അനുപമ പരമേശ്വരൻ പറഞ്ഞ പോലെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ കഥ എനിക്കും പറയാനുണ്ട്. ഗൈസ്, ഞാൻ എൻ്റെ ജീവിതത്തിലെ വില്ലനെ കണ്ടുപിടിച്ചു ഗൈസ്. ഇവനാണ് വില്ലൻ. ഞാനാണ് വില്ലൻ. ഞാൻ വെച്ച് നീ നരേന്ദ്രമോദി പറയാൻ പോകുന്നു. ഫ്രണ്ട്സ്, നോ നോ, ഇവനാണ് എൻ്റെ ജീവിതത്തിലെ വില്ലൻ. ഇവനാണ് എൻ്റെ സമയവും, ഇവനാണ് എൻ്റെ ഹെൽത്തും എല്ലാം കളയുന്നവൻ. ഇവൻ യു ലുക്ക് ടെൻസ്ഡ്. നമുക്കൊരു ഐസ്ക്രീം ഓർഡർ ചെയ്യാം. അത് കഴിച്ച് സംസാരിക്കുമ്പോൾ നീ ചില്ലാവും. അത് നല്ലൊരു ഐഡിയ ആണ്. നോ, സി, ഇങ്ങനെയാണ് ഇവൻ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇവൻ എന്നെ അറിയാം. സി, ഇവൻ എന്നെ ഇപ്പോൾ യൂസ് ചെയ്യണം. ചേടാ, എന്നാൽ നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ഞാൻ ബുക്ക് മൈ ഷോ ഓപ്പൺ ചെയ്യാം. അയ്യ വേണ്ട, ഞാൻ ആദ്യം ബുക്ക് മൈ ഷോ തുറക്കും, പിന്നെ ട്രെയിലർ കാണാൻ യൂട്യൂബിൽ കയറി പോകും. അപ്പോഴേക്കും നീ അതിന്റെ റീൽസ് മൊത്തം എനിക്ക് ഇൻസ്റ്റാഗ്രാം ലോഡ് ചെയ്തിട്ടുണ്ടാവും. 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അതിന്റെ ആക്ടേഴ്സിന്റെ ഒക്കെ ഗോസിപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ ട്രിക്ക് എനിക്കറിയാം. വേണ്ട, പടം ഞാൻ കണ്ടുപിടിച്ചോളാം. നീ എവിടെ പടം നോക്കും? അത് ഞാൻ മറ്റേ ന്യൂസ് പേപ്പറിലെ കോളം നോക്കിക്കോളാം. അത് നീ ന്യൂസ് പേപ്പർ കണ്ടിട്ട് എത്ര വർഷമായി? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇൻസ്റ്റാമാർട്ടിൽ ന്യൂസ് പേപ്പർ ഉണ്ടോ നോക്കട്ടെ. വേണ്ട, ഞാൻ പുറത്ത് പോയി കടയിൽ നിന്ന് മേടിച്ചോളാം. എന്നാൽ ഞാനും വരാം. ജിപേ ചെയ്യണ്ടേ? വേണ്ട, ഞാൻ പേഴ്സ് എടുത്തോളാം. അതിന് നിന്റെ പേഴ്സ് എവിടെയാ? പേഴ്സ് പൈസ ഉണ്ടാ? പേഴ്സ് ഇവിടെ കണ്ടുകൊണ്ട് ഞാൻ ATM കാർഡ് വെച്ച് എടുത്തോളാം. പാസ്വേഡ് നോട്ട് ആപ്പിലല്ലേ ഉള്ളത്, മറന്നുപോയാലോ? ഞാനും വരാം. വേണ്ട, ഇൻ കേസ് ATM പിന്നെ റീസെറ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിലോ? OTP ഞാൻ തന്നെ വേണ്ടേ? പ്ലീസ് ലീവ് മീ. നോ.